വെച്ചാൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾക്ക് മിനിമലിസം പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം, ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് വരാൻ പറ്റുള്ളൂ. ചില ആളുകൾ മനസ്സിലാക്കുന്നത് പിശുക്കി ജീവിക്കുന്നു, ഭയങ്കര ലോ കോസ്റ്റിൽ ജീവിക്കുന്നു. എന്താ ശരിക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നവർ ഭയങ്കര പിശുക്കി അങ്ങനെയൊന്നും അല്ല ജീവിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ നല്ല സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. ചില ആളുകളുടെ മനസ്സിലുണ്ട്, അതായത് ഇപ്പൊ ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് മിനിമലിസം എന്ന് പറയുന്നതെന്ന് തെറ്റായിട്ട് ധരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുറെ നാളത്തേക്ക് നിൽക്കുന്ന ഏറ്റവും നല്ല ഡ്രസ്സായിരിക്കും അവർ വാങ്ങിക്കുന്നത്. സാധാരണ ആളുകൾ വാങ്ങിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കോസ്റ്റ് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വാങ്ങിക്കുന്നത്. അത് കുറെ നാളത്തേക്ക് അവർക്ക് ഉപയോഗിക്കാനുള്ളത്. പക്ഷെ ലോങ് ടൈമിലോട്ട് നോക്കുമ്പോൾ അവർക്കത് ലാഭമായിരിക്കും. അല്ലാതെ കുറച്ച് നാളത്തേക്ക് ഒരു ഡ്രസ്സ് വില കുറവിന്റെ വാങ്ങിച്ചിട്ട് അത് കളഞ്ഞ് അടുത്തത് വാങ്ങിക്കുന്ന അങ്ങനെയല്ല. മിനിമലിസം എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള രീതി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. മിനിമലിസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ച്, കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളൊരു രീതിയാണ്. പിന്നെ നമ്മൾ ആ മിനിമലിസം നമ്മളുടെ ലൈഫിൽ അതെങ്ങനെ ഹെൽപ്ഫുൾ ആകും, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ അതിനെ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്.